ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ മാലിന്യ സംസ്കരണം മാറും. പുതിയ കേന്ദ്ര നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതനുസരിച്ച് ഏപ്രിൽ 1 മുതൽ കേരളത്തിലെ മാലിന്യ സംസ്കരണ നിയമങ്ങളിൽ വലിയ മാറ്റം വരും. മുമ്പ് 3 വിഭാഗങ്ങളിലായി തരംതിരിച്ചിരുന്ന മാലിന്യം ഇനി 4ആയി തരംതിരിക്കണം. എന്നിട്ട് വേണം സംസ്കരിക്കാൻ. വലിയ കെട്ടിടങ്ങളുടെ ഉടമകളെ ഇനി ബൾക്ക് വേസ്റ്റ് ജനറേറ്റർമാർ എന്ന് തരംതിരിക്കും. കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മാലിന്യ സംസ്കരണത്തിന്റെ നിയമപരമായ ഉത്തരവാദിത്തം വഹിക്കുന്നുണ്ടെന്ന് പുതിയ ചട്ടങ്ങൾ ഉറപ്പാക്കുന്നു. രാജ്യത്തുടനീളമുള്ള മാലിന്യങ്ങളുടെ നീക്കവും സംസ്കരണവും നിരീക്ഷിക്കുന്നതിനായി ഒരു ഏകീകൃത ദേശീയ പോർട്ടൽ സ്ഥാപിക്കും. ഹരിതകർമ്മസേനയുടെ അടക്കം പ്രവർത്തനത്തിൽ ഇതനുസരിച്ചുള്ള മാറ്റം വരും. മാലിന്യ ശേഖരണവും സംസ്കരണവും നിരീക്ഷിക്കാൻ കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടലും ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ഒന്നാമത്തെ ഇനം ജൈവമാലിന്യമാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി, പഴം തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുക. പ്ലാസ്റ്റിക്, മെറ്റൽ, ഗ്ലാസ്, റബ്ബർ എന്നിവ അടങ്ങിയ അജൈവ മാലിന്യമാണ് രണ്ടാമത്തേത്. ഉപയോഗിച്ച ഡയപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവയാണ് മൂന്നാമത്തെ ഇനം. പ്രത്യേക ശ്രദ്ധ വേണ്ട മാലിന്യങ്ങളാണ് നാലാമത്തെ ഇനം. പെയിന്റ് ക്യാനുകൾ, ബൾബുകൾ, മരുന്നുകൾ, ബാറ്ററികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. 100-ൽ കൂടുതൽ പേർ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്ക് കുറഞ്ഞത് 3 പ്രവൃത്തി ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അറിയിക്കണം. കൂടാതെ മാലിന്യങ്ങൾ വേർതിരിച്ച് കൈമാറണമെന്നും ചട്ടം വരും. കേരളം വർഷങ്ങളായി ഈ നിർദ്ദേശങ്ങളിൽ പലതും പാലിച്ചു വരുന്നുണ്ടെങ്കിലും 4 വിഭാഗങ്ങളിലേക്കുള്ള ഔപചാരിക മാറ്റം ഇപ്പോൾ ഔദ്യോഗികമാണ്.